നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനൊരു ക്വിക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. ലെറ്റ്സ് സീ. ഇത് നിങ്ങൾ ഇന്ന് കാണുമ്പോഴോ നാളെ കാണുമ്പോഴോ നിങ്ങൾക്ക് എപ്പോഴായാലും റെസനേറ്റ് ആവും. നിങ്ങൾ ഏത് സമയത്ത് കാണുന്നോ അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ വേണ്ടിയുള്ളതാണ്. ടൈംലെസ് ആണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടാരോ കാർഡ്സ് നമുക്ക് എന്താ കാണിച്ചു തരുന്നത് നോക്കാം. യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ലെറ്റ്സ് സീ. 8 of Swords ആണ്, Queen of Wands and 6 of Cups. King of Wandsഉം ഇവിടെയുണ്ട്. ഇന്നലത്തെ മെസ്സേജിന്റെ കണ്ടിന്യൂഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നു. യെസ്. ഓക്കെ, വേറെ എന്തെങ്കിലും കൂടി കിട്ടുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ഇന്നലത്തെ മെസ്സേജ് സെയിം റിപ്പീറ്റ് ആണ് ഇവിടെ. ഓക്കെ ഓക്കെ, സെയിം തിങ്. സോറി. സോറി ടു സേ. ഓക്കെ, എനിക്ക് നിവർത്തിയില്ല, വന്ന മെസ്സേജ് ഇങ്ങനെയാണ്. അഗെയിൻ ഐ തിങ്ക് ഇന്നലെ എനിക്ക് ദിവസങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ. എനിവേ, ഇതിന് മുമ്പുള്ള വീഡിയോ ഗൈഡൻസിന്റെ മെസ്സേജിൽ ഞാൻ പറഞ്ഞത്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി തിരിച്ചു വരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേ കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു കപ്പിൾ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. കപ്പിൾ ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങളിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഫ്രണ്ട്സും ആവാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ഇവിടെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ സംതിങ് മോർ ദാൻ ഫ്രണ്ട്സ് എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ മെയിൻ ആയിട്ട് കാണുന്നത്. ഇന്നത്തെ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് അത് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്റ്റക്കായി നിൽക്കുന്ന കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് നിങ്ങളെ ഒരു പഴയ ഫ്രണ്ട് തിരിച്ചു വരും എന്ന രീതിയിൽ അതേ എനർജിയാണ് വന്നിട്ടുള്ളത്. ഐ ഡോണ്ട് നോ എന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി നിങ്ങൾക്കത് കേൾക്കേണ്ടതായിരിക്കാം. ഞാൻ വേറെ എന്തെങ്കിലും മെസ്സേജ് എടുക്കാം. ഓക്കെ, സോ ഇവിടെ മെയിൻ ആയിട്ട് അഗൈൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും റീബിൽഡ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആരെങ്കിലും വിട്ടുപോയ ഒരു വ്യക്തി, അവർ സ്റ്റക്കായി നിന്നിരുന്നു, അവർ ചില സിറ്റുവേഷനിൽ അവർ പെട്ട് നിന്നിരുന്നു. ഓക്കെ, ബട്ട് അതിൽ നിന്ന് അവരിപ്പോൾ പുറത്തു വരികയാണ്. അവരൊരു ചോയ്സ് എടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് ഒരു റീകണക്ഷൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. കാരണം ഇവിടെ അഗൈൻ ഒരു ഫയറി റീസ്റ്റാർട്ട് എന്ന് പറയാം. ഓക്കെ, ഒരു പാഷനേറ്റ് ആയിട്ടൊരു റീസ്റ്റാർട്ടാണ് അവർ നിങ്ങൾ തമ്മിൽ വരാൻ പോകുന്നത്. ഇവിടെ സോറി, അവർ സ്റ്റക്കായിരുന്നു ചില കാര്യങ്ങളിൽ, അവരുടെ മൈൻഡിൽ സ്റ്റക്കായിരുന്നു. ഓക്കെ, അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കായിരുന്നു. അവർ ഇതിനെ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് അവരൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മേ ബി തേർഡ് പാർട്ടി ഉണ്ടായി കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ്, വേറെ പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി കാണാം. ആ പേരിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊന്ന് തെറ്റിയതോ അല്ലെങ്കിൽ അകന്നതോ, നിങ്ങൾ തമ്മിലൊരു ഒരു ഡിസ്റ്റൻസ് വന്നത്. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു വീണ്ടും ഒരു തുടക്കമാണ്, വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, മേ ബി നിങ്ങളും ഇപ്പം മൈൻഡ് സ്റ്റക്ക് ആയിരിക്കാം, എന്നിട്ട് ഇതിനൊരു അവസരം കൊടുക്കണോ വേണ്ടേ എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലും ഉണ്ടാവാം. ഓക്കെ, ബട്ട് ഇത് യൂണിവേഴ്സ് കാണിക്കുന്നത് മേ ബി നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഇത്. ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മീൻസ് അതുകൊണ്ടാണ് അത് വിട്ടുപോകാത്ത പൂർണ്ണമായിട്ട്. നിങ്ങൾ തമ്മിൽ ഇടയിൽ അകന്നാലും എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ അത് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നില്ല. കാരണം ഇത് രണ്ടും കാണിക്കുന്ന പാസ്റ്റ് ലൈഫിന്റെ കണക്ഷനാണ്, ഒരു സ്പിരിച്വൽ കണക്ഷനാണ്, ഒരു യൂണിവേഴ്സിന്റെ ഒരു കണക്ഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ കപ്പിൾ ആയിട്ടാണ് വന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ ബോണ്ട് ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഒരു ന്യൂ സ്റ്റാർട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട്. സോറി, എനിക്കത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. യെസ്, ഇത് റിലേഷൻഷിപ്പ് തന്നെയാണ് വീണ്ടും വന്നത്. ഐ എം സോറി. ഓക്കെ, ഇത് ഗൈഡൻസ് ആണ് ഞാൻ എടുത്തത്, ബട്ട് വന്നത് ഈ ഒരു മെസ്സേജ് ആണെന്ന് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് ഇതാണ്. ഓക്കെ, ഇതിനെ ഞാൻ വേറെ രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ, ഓക്കെ, അതിനെ നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ, ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഡിസിഷനെ ഹെൽപ്പ് ചെയ്യാൻ മേ ബി നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു ബിഗിനിങ് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഏതിൽ ആഗ്രഹിക്കുന്നു, അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ ബിസിനസ്സോ കരിയറിലോ ആണെങ്കിൽ അതിന് എന്തായാലും ഒരു നിങ്ങൾ ഐ തിങ്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ
ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം. നിങ്ങളുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ആ ഒരു ബ്ലോക്കേജ് ഇവിടെ എനിക്ക് കാണുന്നു, പേടികൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഫിയേഴ്സ് ഉണ്ട് എന്ന് എനിക്ക് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് ഏത് കാര്യത്തിലായാലും അഗൈൻ. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഉണ്ട്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ മേ ബി 2 വ്യക്തികൾ തമ്മിലുള്ള ചോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 2 ജോലി തമ്മിലുള്ള ചോയ്സ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. ബട്ട് ഇവിടെ നിങ്ങളുടെ ചോയ്സ് എനിക്ക് കാണുന്നത് യു ആർ ഡെസ്റ്റിൻഡ് ഫോർ സംതിങ് എന്നാണ്. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ ഉള്ളത് ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണറാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്, ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാനുള്ളത് തന്നെയാണ് എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത്. സോ അതിനെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ പേടികൾ ഉണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ പേടികൾ ഉണ്ടാവാം. ബട്ട് ഇത് നല്ലതാണ് എന്നൊരു ഇൻഡിക്കേഷൻ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു ഗോ ഹെഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അഗൈൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഓക്കെ നിങ്ങൾക്കൊരു ചോയ്സോ കൺഫ്യൂഷനോ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ മൈൻഡിൻ്റെ പേടികളായിരിക്കാം. അപ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്ത് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാര്യം ഇവിടെ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നും കാണുന്നുണ്ട്, പ്ലസ് നിങ്ങൾക്ക് ലൈക്ക് മുന്നോട്ട് പോയാൽ നല്ലതാണ് എന്നും കാണുന്നുണ്ട്. ഞാൻ 2 തരത്തിലും പറയാൻ ശ്രമിച്ചതാണ്, പക്ഷെ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് സോറി, ഇതൊരു പാസ്റ്റ് നിങ്ങളുടെ ഒരു കണക്ഷൻ, പാസ്റ്റിലെ ഒരു ഫ്രണ്ട്, പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പ്, ആരോ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു അടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഐ തിങ്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതിന് അവസരം കൊടുക്കണോ വേണ്ടേ, ഇതെന്താവും മുന്നോട്ട്, പാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ വേദനകൾ അനുഭവിച്ച് കാണാം, അതുകൊണ്ടായിരിക്കും. ഒരു വിശ്വസിക്കണോ, ട്രസ്റ്റ് ചെയ്യണോ വേണ്ടേ, ബട്ട് ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ ഓർത്തില്ല. ഓക്കെ, സോ ഈ മെന്റൽ ബ്ലോക്കേജ് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആരാണോ നിങ്ങളുടെ അടുത്ത് അകന്നു നിന്ന് അവർ ആ മെന്റൽ ബ്ലോക്ക് മാറ്റിയിട്ട് അവർ മുന്നോട്ട് വരുന്നു എന്ന രീതിക്കായിരിക്കാം, കുറച്ചുകൂടി ഓപ്പൺ ആവുന്നതായിരിക്കാം. ഓക്കെ, എന്തായാലും ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറയാം. ഓക്കെ, ഇത് സേവിങ്സ് കാണുന്നുണ്ട്. ഓക്കെ, തെഫ്റ്റ്, വേക്കപ്പ് കോൾ. ഇത് ഞാൻ കുറച്ച് ജനറൽ ആയിട്ടുള്ള മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡെക്ക് എടുത്തത്. 2 faced. ഓ മൈൻഡ് യുവർ സ്റ്റെപ്പ്. ഓക്കെ, ഇവിടെ കുറച്ച് വാർണിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ 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 എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഐ ആം ഏബിൾ ടു ഓക്കെ യാ എനിക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരുവിധം മനസ്സിലാവുന്നുണ്ട്. ഐ തിങ്ക് അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് അത് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു മെസ്സേജുമായിട്ട് ഇത് ഒന്ന് നിങ്ങളോട് പറയുന്നത് ഫ്യൂച്ചർ സെക്യൂരിറ്റി ഇസ് ബിൽഡ് ഓൺ ടുഡേ സേവിങ്സ്. നിങ്ങളോട് പറയുന്ന ഒന്ന് നിങ്ങളുടെ ഫൈനാൻസിനെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഫൈനാൻഷ്യൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അതായത് അധികം സ്പെൻഡിങ് ഒന്നും ചെയ്യാതെ ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യുക, കുറച്ച് സേവിങ് എടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. നിങ്ങളോട് പ്രിപ്പയർ ആവാൻ പറയുന്നുണ്ട്. പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ നോ എന്ന രീതിയിലാണ്. സോ അതൊരു വാർണിംഗ് ആയിട്ട് നിങ്ങൾക്ക് വരും. അഗൈൻ ഇതെല്ലാം കുറേ വാർണിംഗ്സ് ഉണ്ട് ഇവിടെ. Again 2 faced കാണുന്നുണ്ട്. Sometimes showing only part of ourselves into the world. Guard vulnerability wisely. ഓക്കെ, ഇതാണ് ഐ തിങ്ക് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുള്ളത്. ഈ സിറ്റുവേഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി, പാസ്റ്റിലെ വ്യക്തി തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് ദാറ്റ് ഇതെന്താവും, ഇവർ ശരിക്കും വരുന്നത് ജെനുവിൻ ആയിട്ടാണോ, അവർ കാണിക്കുന്നത് ജെനുവിൻ ആണോ, അവർ ശരിക്കും ആ ഒരു ഓണസ്റ്റ് ആയിട്ടാണോ, അതിപ്പോൾ ആരായാലും ശരി, ഒരു ഫ്രണ്ട് ആയാലും ശരി, ബിസിനസ് പാർട്ട്ണർ ആയാലും ശരി, ഫാമിലി മെമ്പർ ആയാലും ശരി, ആരായാലും. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. അവർ കാണിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതും പുറകിലുള്ളതും ശരിയാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ നല്ല ഡൗട്ട് ഉണ്ട്. ഓക്കെ, അതിന് എനിക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താൻ നിർത്തിയില്ല, കാരണം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. അവരുടെ കൂടെ ഐ തിങ്ക് അവർ മുൻപ് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ഡൗട്ട് കയറി വരുന്നത്. ഓക്കെ, ഇവിടെ തെഫ്റ്റ് കാണുന്നുണ്ട്. ബിവെയർ ഓഫ് ലോസസ് ഇൻ യുവർ ഇന്നർ സർക്കിൾ, സെക്യൂർ യുവർ വാല്യൂ. നിങ്ങളോട് പറയുന്നുണ്ട്, വളരെ കെയർഫുൾ ആവാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, ഇത് കാണുന്നതൊക്കെ എനിക്കും വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഇവിടെ കിട്ടിയത്. കാർഡ്സ് അങ്ങനെയാണ്, പോസിറ്റീവ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം യൂണിവേഴ്സ് പറയുന്നുണ്ട് ബി കെയർഫുൾ എന്നുള്ളത്. ഇവിടെയും ഈ ഒരു കാർഡായിരുന്നു നമുക്ക് കെയർഫുളിൻ്റെ ഒരു കാര്യം, ഒരു ബ്ലോക്കിൻ്റെ ഒരു കാര്യം കാണുന്നത്. ഓക്കെ, നിങ്ങളോട് ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം എന്തിനായാലും ഇപ്പോൾ ലൈക്ക് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
തെഫ്റ്റാണ് വീണ്ടും കാണുന്നത്. ഫൈനാൻഷ്യലി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ പ്ലീസ് ബി കെയർഫുൾ എന്ന രീതിക്ക്. ഓക്കെ, ആരെങ്കിലും ഒരു സ്നേഹം ഒരു ഭാഗത്ത്, പൈസയും പണമൊക്കെ വേറൊരു ഭാഗത്ത്. ഓക്കെ, സോ അത് എപ്പോഴും നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ഒരു ആവശ്യം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ബി കെയർഫുൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് വേക്കപ്പ് കോൾ കാണുന്നുണ്ട് ഇവിടെ. വേക്കപ്പ് കോൾ പറയുമ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഏതൊരു സിറ്റുവേഷനും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ ചിലത് പഠിക്കാനുണ്ട് എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ പഴയ പോലെ ആവാതിരിക്കണം എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ എനിക്ക് മെയിനായിട്ട് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ട്രസ്റ്റിംഗ് വ്യക്തിയായിരുന്നു, നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു, കെയർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു, ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങളോട് പറയുന്നത്, ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി നിങ്ങൾ കെയർഫുൾ ആവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഫുള്ളി ഇൻവെസ്റ്റ് ആവുന്നതിന് മുമ്പ്, ഫുള്ളി ഒരുപാട് അതിൽ അടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലോണം ഏതൊരു സിറ്റുവേഷൻ ആയാലും അതിനെ മാക്സിമം, നമ്മൾ പറയില്ലേ ഹിന്ദിയിൽ പറക്ന എന്ന് പറയും, എന്താ പറയുക, ഒരു സിറ്റുവേഷനെ നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി നോക്കി, എന്താ പറയുക, ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം സ്വീകരിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ യെസ്, ഇവിടെ കണ്ടത് നമുക്ക് വളരെ പോസിറ്റീവ് ആയിരുന്നു. ബട്ട് എന്തുകൊണ്ടോ യൂണിവേഴ്സ് മേ ബി നിങ്ങൾക്കുള്ള വാർണിംഗ് ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെ വല്ലാതെ ഒരുപാട് അടുത്ത്, ബിക്കോസ് നിങ്ങൾക്ക് പിന്നീട് ഒരു വേദന കിട്ടാതിരിക്കാനായിരിക്കാം യൂണിവേഴ്സ് പറയുന്നത്, ഒന്ന് സൂക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. മൈൻഡ് യുവർ സ്റ്റെപ്പ് അഗെയിൻ പറയുന്നത്, അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസ് കുഡ് ലീവ്. ഓക്കെ, എക്സൈസ് കോഷൻ, ആക്സസ് എല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം പറയുന്നത് ആക്ച്വലി ഇതിൽ നിങ്ങളുടെ പൈസ, നിങ്ങളുടെ പണം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾ കൊടുക്കുന്ന സമയം, നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് എല്ലാം ഇടുന്ന എഫേർട്ട് എല്ലാത്തിനെയും നിങ്ങൾ സൂക്ഷിക്കൂ എന്നൊരു വാർണിംഗ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പഴയ പോലെ നിങ്ങൾ ആവരുത് എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ട്. ഓക്കെ, മുമ്പ് നടന്ന കാര്യങ്ങൾ, ഓക്കെ, അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വേക്കപ്പ് കോളാണ്. ഓക്കെ, നിങ്ങൾ എന്തോ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങൾ എന്തോ പഠിക്കണം, നിങ്ങളെ തന്നെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വേറെ വ്യക്തി ചിലപ്പോൾ അവർ ബെറ്റർ ആയിട്ടായിരിക്കും വരുന്നത്, ഇല്ല എന്നല്ല, പക്ഷെ അവർ ആക്ഷനിൽ അവരത് കാണിക്കുന്നുണ്ടോ? ആക്ച്വലി ഇത് ഞാൻ പറയാൻ വരും, ബിവെയർ ദാറ്റ് അല്യൂറിംഗ് ട്യൂൺസ് ദാറ്റ് പ്രോമിസ് മോർ ദാൻ ദേ ഡെലിവർ. നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, ഒരു അവസരം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, അത് വെറും വാക്കിൽ മാത്രമാണോ, പ്രവൃത്തിയിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യാം. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വ്യക്തി വെറുതെ പറയൽ മാത്രമാണോ, അവർ ആക്ഷൻസിലുണ്ടോ, ചേഞ്ച് ഉണ്ടോ, അവർ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുന്നുണ്ടോ, അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട് കാണുന്നുണ്ടോ, അവർ പറയുന്ന പോലെ ചെയ്യുന്നുണ്ടോ. ഓക്കെ, ദേഷ്യപ്പെടാനോ നിങ്ങൾ ആർഗ്യൂ ചെയ്യാനോ പോകാനല്ല, നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യൂ. ഓക്കെ, സൈലൻസിൽ നിന്ന് നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നല്ലതാണ് എനിക്ക് കിട്ടിയത്, ബട്ട് യൂണിവേഴ്സ് ഇവിടെ ഒരുപാട് വാർണിംഗ് പറയുന്നുണ്ട്. സോ ജസ്റ്റ് ബി കെയർഫുൾ. ഓക്കെ, ഒരു അവസരം കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് കെയർഫുൾ ആവാൻ പറയുന്നുണ്ട്. എല്ലാവരെയും സിറ്റുവേഷനിൽ ഒരേതായിരിക്കില്ല. സോ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, കുറച്ച് പേർക്ക് ഫ്രണ്ട് ആയിരിക്കാം, കുറച്ച് പേർക്ക് വേറെ ആരെങ്കിലും ഫാമിലി മെമ്പറോ അങ്ങനെ ആരെങ്കിലും ആവാം. ഞാൻ ഐ തിങ്ക് അന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ബട്ട് ഒരു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, ഒരുപാട് നിങ്ങളായിട്ട് അങ്ങോട്ട് അടുക്കുന്ന മുമ്പ് ഒരു ഗ്യാപ്പ് വെക്കും. ഓക്കെ, നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വീൻ ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസ് ഉണ്ടല്ലോ, ഇതൊക്കെ പറയുന്ന വളരെ ലൈക്ക് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പറയുക നമ്മൾ, അതുപോലെ നിങ്ങളാവൂ എന്നാണ്. ഓക്കെ, എന്ന് വെച്ച് ക്വീൻ ഓഫ് സോർഡ്സ് ലെവലല്ല. ക്വീൻ ഓഫ് സോർഡ്സ് അല്ലെങ്കിൽ കിങ് ഓഫ് സോർഡ്സ് പറയുമ്പോൾ വളരെ ബോൾഡായിട്ട് ഇങ്ങനെ എന്താ പറയുക, എന്തും വെട്ടി തുറന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഓക്കെ, നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അവസരം കൊടുക്കാം, ബട്ട് അറ്റ് ദ സെയിം ടൈം ബി കെയർഫുൾ എന്നൊരു വാർണിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ ക്രോസ് റോഡ്, കാരണം ഐ തിങ്ക് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ തീരുമാനം എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ മെത്തേഡാണ്, വെയിറ്റ് ആൻഡ് വാച്ച്, സൈലൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, ഒരുപാട് ലൈക്ക് അവസരം കൊടുക്കാം, ഓക്കെ, സംസാരിക്കാം ആരോടെങ്കിലും, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ മുന്നോട്ട് പോവാം, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നടക്കുക എന്ന രീതിയിൽ. ഓക്കെ, സോ ചൂസ് യുവർ പാത്ത് വൈസ്ലി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോവാം, ബട്ട് അവനവനെ ഒന്ന് സൂക്ഷിക്കൂ എന്നുള്ളൊരു വാണി. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ ഇതെന്താ അങ്ങനെ വന്നെന്നറിയില്ല. ഓക്കെ, എല്ലാവരും ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവട്ടെ. ഓക്കെ, എന്തായാലും താങ്ക് യു, നന്ദി, നമസ്കാരം.